ഡിയേഴ്സ്, നമ്മൾ ഇന്ന് 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നോക്കുന്നത്. 7ാമത്തെ ചാപ്റ്ററിൻ്റെ നെയിമാണ് ഫൽ ഓർ സബ്ജി. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ്, സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് ഇവയുടെ എല്ലാം നെയിംസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഇത് രണ്ടും കൂടെ ഒരുമിച്ചല്ല, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഫ്രൂട്ട് പഠിക്കണം, അതിന് ശേഷം നമുക്ക് സബ്ജി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫല്ലാണ് പഠിക്കാൻ പോകുന്നത്. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ്, പഴമാണ് കേട്ടോ, പഴങ്ങളാണ്, ഫ്രൂട്ട്സ്. ഇത് നമ്മൾ പഠിക്കാൻ പോവാണ്. നോക്കിയേ, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ആപ്പിൾ ആണ് അല്ലേ? എല്ലാവരും പിക്ചർ കാണുന്നില്ലേ? നമുക്ക് പിക്ചർ നോക്കിയിട്ട് തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ ഹിന്ദി നെയിമും മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പിൾ ആണ് അല്ലേ? ആപ്പിളിന് നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയുക? സേബ്. സേബ് എന്നാണ് ആപ്പിളിന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേബ് എന്ന് എഴുതാൻ നോക്കിയാലോ? ഓക്കെ, സേബ് എങ്ങനെ എഴുതും? നമ്മൾ സ എന്ന് എഴുതുക, എന്നിട്ട് ഭ എന്ന് എഴുതാം, എന്നിട്ട് അതിൻ്റെ ഒരു ചിഹ്നം മുകളിലിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് സേബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേബ്, ആപ്പിൾ ആണ് അല്ലേ? നെക്സ്റ്റ് ഫ്രൂട്ട് നോക്കിയേ, എന്താണ് നെക്സ്റ്റ് ഫ്രൂട്ട്? ആം ആണ് അല്ലേ? ആം എന്ന് പറഞ്ഞാലോ മാംഗോ. മാംഗോക്ക് എന്താ നമ്മൾ പറയുക ഹിന്ദിയിൽ? ആം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആം എന്നെങ്ങനെ എഴുതുക. കണ്ടോ? ആ എന്നിട്ട് കൊടുക്കുക, മാ എന്ന് എഴുതുക. ആം. ഇങ്ങനെയാണ് ആം എന്ന് നമ്മൾ എഴുതുക. ആം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗോയാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാ നോക്കിയാലോ? നെക്സ്റ്റ് പഴം ഏതാണ്? ഓറഞ്ച് ആണ് അല്ലേ? ഓറഞ്ചിന് എന്താ പറയുക? സന്ധര. സന്ധര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അപ്പോൾ നമുക്ക് സന്ധര എന്നെങ്ങനെ എഴുതാൻ നോക്കാം. സ എന്ന് എഴുതുക, ത എഴുതുക, രാ എഴുതുക, അത് നീട്ടാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുക, പിന്നെ സാൻ്റെ മുകളിൽ ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് സന്ധര എന്ന് എഴുതുക. സന്ധര. സന്ധര എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച് ആണ് അല്ലേ? നെക്സ്റ്റ് ഏതാണ്? കേല. കേല എന്ന് പറഞ്ഞാൽ ബനാന. ബനാനയാണ് അല്ലേ? എന്താണ് നമ്മൾ പഴത്തിന് പറയാ? കേല. അപ്പം അതെങ്ങനെ എഴുതാൻ നോക്കാം. ക എന്ന് എഴുതുക, ല എന്ന് എഴുതുക, ല എന്ന് നീട്ടാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കണം, കാൻ്റെ മുകളിൽ കെ എന്നാക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കണം. കേല. ഇങ്ങനെയാണ് കേല എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതിൽ ലാസ്റ്റ് ഫ്രൂട്ടാണ് കേട്ടോ. എന്താണത്? തെർബൂജ് ആണല്ലേ? തെർബൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വത്തക്ക, വാട്ടർമെലൺ ആണല്ലേ? വാട്ടർമെലൺ എങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ എഴുതാൻ നോക്കിയാലോ? അപ്പം നോക്കാം. ആദ്യം നമ്മൾ ത എന്ന് എഴുതുന്നു, റാ എഴുതുന്നു, ഭ എന്ന് എഴുതുക, എന്നിട്ട് അത് ഭൂ എന്നാക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുക, ജ എന്ന് എഴുതുക. തെർബൂജ്. ഇങ്ങനെയാണ് നമ്മൾ തെർബൂജ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് തെർബൂജ് എന്ന് പറഞ്ഞാൽ? വാട്ടർമെലൺ ആണല്ലേ? വാട്ടർമെലൺ ആണ് നമ്മൾ തെർബൂജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ വരുന്ന വർക്ക് നോക്കാം കേട്ടോ. നോക്കിയേ, എന്താണ് വർക്ക്? ചിത്രോം ക സഹി ശബ്ദ സേ മിലാൻ കരോ. എന്താണ്? ബ്രേക്കറ്റിൽ കുറച്ച് ഫ്രൂട്ട്സുകളുടെ നെയിംസ് മിസ് കൊടുത്തിട്ടുണ്ട്, താഴെ ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അതിന് നേരെ അതിൻ്റെ നെയിം എഴുതണം. അപ്പോൾ മിസ് എന്ത് ചെയ്യാം, നിങ്ങളിത് ചെയ്യണം കേട്ടോ. അതായത് ഫ്രൂട്ട് ഒന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഫ്രൂട്ടാണെന്നുള്ളത് മലയാളം ഇംഗ്ലീഷ് എഴുതുക, അതിൻ്റെ ഹിന്ദി നേരെ എഴുതുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മിസ് ജസ്റ്റ് ഒന്ന് ലൈന് വരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ സേബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേബ് ആപ്പിൾ ആണ് അല്ലേ? അപ്പോൾ അത് ഏതിൻ്റെ മിസ് ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് അല്ലേ സേബ്. ഇനി നമുക്ക് തെർബൂജ് നോക്കാം. തെർബൂജ് എന്താണ്? വാട്ടർമെലൺ ആണല്ലേ? നെക്സ്റ്റ് സന്ധര. ഇതാണ് സന്ധര. ആമ, മാംഗോ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളിത് കാണാതെ പഠിക്കണം. ഓരോ ഫ്രൂട്ടും അതിൻ്റെ നെയിംസും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇനി യൂണിറ്റ് ടാസ്ക് നോക്കിയേ. ചിത്ര ദേഖ് കർ നാം ചുനോ. എന്താണ്? താഴെ നമുക്ക് 3 പിക്ചർ തന്നിട്ടുണ്ട്, 2 ബോക്സുകളിലായിട്ട് നെയിംസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് പഴത്തിന് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്കതിൻ്റെ ഹിന്ദി നെയിം ഏതാണെന്നുള്ളത് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒന്ന് നോക്കാം. നമ്മൾ പഴത്തിന് എന്താണ് പറയുക? നിങ്ങൾ പറഞ്ഞേ. സേബ് എന്നാണോ കേല എന്നാണോ പറയുക? ഏതാ പറയുക? കേലയാണല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി വത്തക്കോ, വാട്ടർമെലണോ? തെർബൂജ് ആണല്ലേ? യെസ്. സന്ധരായാണ് ഓറഞ്ചിന് പറയുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഓരോ നെയിംസും അതിൻ്റെ മീനിങ്ങും പഠിച്ചിരിക്കണം. ഓക്കെ.